നമസ്കാരം. മരിക്കാത്ത പ്രണയത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ ഇന്ത്യയുടെ തന്നെ അഭിമാനം, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം ശ്രീമതി മേഴ്സിക്കുട്ടനാണ്. തൻ്റെ ജീവിതത്തിൻ്റെ പ്രണയത്തിൻ്റെ ആ ഓർമ്മകളുടെ ട്രാക്കിലേക്ക് നമ്മളെ ഇന്ന് ഒപ്പം കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഓർമ്മകളുടെ ഈ സ്റ്റേഡിയത്തിൽ എവിടെയോ തൻ്റെ പ്രിയതമനുണ്ട്, ജീവിതത്തിലെ സഹയാത്രികനുണ്ട്. മുരളിക്കുട്ടൻ എന്ന തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായ ആളുണ്ട്. നമസ്കാരം മാഡം. ഞാൻ ആദ്യമായിട്ട് ചോദിക്കാം, നമ്മുടെ വിഷയം മരിക്കാത്ത പ്രണയം. ശരിക്കും നിങ്ങളുടെ ജീവിതം അറിയാം എല്ലാവർക്കും. രണ്ട് സംസ്കാരങ്ങളിൽ നിന്ന് വന്ന് ഒത്തുചേർന്നവർ. എങ്ങനെയായിരുന്നു ആദ്യത്തെ കണ്ടുമുട്ടൽ? ഞങ്ങളുടെ കണ്ടുമുട്ടുന്നത് തന്നെ ഞങ്ങൾ സ്പോർട്സ് ഫീൽഡിലായതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി കാണുന്നത് തന്നെ ഞങ്ങൾ 80 ഒളിമ്പിക്സിൻ്റെ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. തീർച്ചയായിട്ടും അന്നത്തെ സമയം ഞങ്ങൾ പട്യാലയിലായിരുന്നു. പട്യാലയിലാവുമ്പോൾ ഞങ്ങൾക്ക് ലാംഗ്വേജ് പ്രോബ്ലമാണ്. ഞാനന്ന് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആക്ച്വലി മലയാളികൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ ഒന്നായിരുന്നു ചേട്ടൻ. അപ്പം ചേട്ടനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം വന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്, സംസാരിക്കുന്നു മലയാളി. അപ്പം ചേട്ടൻ ടിസ്കോയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പം ടിസ്കോയിൽ നിന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. മലയാളീസ് ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നു, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. ഇടയ്ക്ക് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഒരു ഇതിലേക്കല്ല, ഞങ്ങൾ ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയിലേക്കാണ് ഞങ്ങൾ പോയിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളാണല്ലോ നമ്മളെ എപ്പോഴും ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ തമ്മിൽ കൂട്ടുന്നത്. ആദ്യമേ ഞങ്ങളൊരു തമാശയുണ്ട്. കാര്യം ഞാനും ചേട്ടനുമായിട്ട് ശരിക്കും പറഞ്ഞാൽ 8 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു കുട്ടിയെ പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും. മുരളിക്കുട്ടാന്ന് വിളിച്ച് പുള്ളിയെ എപ്പോഴും എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്ന ചേട്ടന് മുരളിക്കുട്ട. അപ്പോൾ അങ്ങനെ പുള്ളി ആർക്ക് എന്തും ഹെൽപ്പ് ചെയ്യുന്ന ഒരു നേച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം കണ്ടുമുട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചായിരിക്കും. ഞങ്ങൾ 2 കാസ്റ്റ്. ഒരിക്കലും ഞങ്ങൾ അതിലൊരു കോളേജിൽ നിന്ന് പോകുന്ന ഒരു കുട്ടിയല്ലേ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരിക്കലും ഞങ്ങൾക്ക് ആ ഒരു എനിക്ക് അങ്ങനെ ഒരു ഇതില്ല. ഇത് തീർച്ചയായിട്ടും പിന്നെ ഏത് സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വിധത്തിലേക്ക് ആയെന്ന് തന്നെ ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടി. ഞങ്ങൾ ക്യാമ്പിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മളെ 4 ചുറ്റും പറയുന്ന പോലെ നമ്മൾ പറയത്തില്ലേ, എല്ലാവരും മലയാളീസ് എന്ന് പറയുമ്പോൾ നമ്മളെ കുറച്ച് ഗേൾസ് എന്ന് പറഞ്ഞാൽ കാണാനും നമ്മളത്. അപ്പോൾ എന്തിനും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പഞ്ചാബീസ് ഉണ്ട്, പിന്നെ തമിഴിയൻസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഉദ്ദേശിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് എനിക്ക് ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കണ്ടുവിട്ട് തീർച്ചയായിട്ടും അത് കഴിഞ്ഞ് ഞങ്ങൾ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു പോരും. എൻ്റെ ഒളിമ്പിക്സ് ഈ ഒരു കാരണം പറഞ്ഞ് എൻ്റെ ഒളിമ്പിക്സിൻ്റെ ചാൻസ് എനിക്ക് നഷ്ടപ്പെടുകയാണ്. ആക്ച്വലി ഫസ്റ്റ് ഒളിമ്പിക്സ് 80 ഒളിമ്പിക്സിൻ്റെ ഞാൻ ആക്ച്വലി ക്വാളിഫൈൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ഈക്വലായിട്ട് എത്തിയിരിക്കുന്ന അന്ന് 6 മീറ്റർ ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ആ 6 മീറ്റർ ഓൾറെഡി ചെയ്യുന്നതിന് ലക്നൗ നാഷണൽസ് വെച്ച് ഞാൻ നല്ല പെർഫോമൻസ് ചെയ്തു. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞിട്ടാണ് എന്നെ യങ്ങസ്റ്റ് ഒരു അത്ലറ്റായിട്ട് എന്നെ അവിടുന്ന് മാറ്റുന്ന കാരണം തന്നെ ഞങ്ങളെ പ്രേമിച്ചു. അന്നത്തെ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റുമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കായിക താരം ഇപ്പോഴേ തന്നെ നശിച്ചു പോകരുതെന്നുള്ള ഒരു ഇതിലായിരിക്കാം എൻ്റെ കൺസെപ്റ്റ്. അങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. റിയാക്ഷൻ 81 81 ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ശേഷം 81 നാഷണൽസ് ഇവിടെ കാലിക്കറ്റ് നടന്നിരുന്നു. നമ്മൾ ബിഫോർ ഏഷ്യൻ ഗെയിംസിനും ബിഫോർ നാഷണൽ ഗെയിംസ് അന്നാണ് ഞാൻ ഓവർ 6 മീറ്റർ ഫസ്റ്റ് ഇന്ത്യൻ വനിത 6 മീറ്റർ ഇന്ത്യൻ മണ്ണിൽ ചെയ്യുന്ന വ്യക്തി ഞാനാണ്. അപ്പോൾ ആ മീറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ഫാദർ, അപ്പം പല പ്രശ്നങ്ങളുണ്ടാവുമെന്ന് എല്ലാവരും പേടിച്ചു. അപ്പം പേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ഫാദർ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കണ്ടു, സംസാരിച്ചു. വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ പിന്നെ ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടേതായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ സ്പോർട്സ് എന്നെ ഒരു കൊച്ചുകുട്ടി എന്നെ എങ്ങനെ ഫീഡ് ചെയ്യുന്നെന്ന് ചേട്ടനറിയായിരുന്നു. കാര്യം ഞാൻ എപ്പോഴും ചേട്ടാ എന്ന് പറഞ്ഞ് പുറകെ നടന്നുകൊണ്ട്
അപ്പോൾ എന്ത് വേണേലും എനിക്ക് സ്പോർട്സിന് എനിക്ക് തരേണ്ട ആഹാരം എന്താണെന്ന് പുള്ളി അത് ശരിക്കും പുള്ളിക്ക് എല്ലാ കൂട്ടവും എല്ലാം ഉണ്ടാക്കി തരും. അപ്പം ഞാൻ ഇത്ര വർക്കൗട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് അതിനുള്ള ചേട്ടൻ തന്നെ പിന്നെ ടിസ്കോയുടെ കോച്ചും കൂടിയായിരുന്നു ചേട്ടൻ. അപ്പോൾ എല്ലാ കുട്ടികളും കോച്ചേന്ന് പറഞ്ഞിട്ട് ഓടി വരും. അപ്പം മെസ്സി എടി അവരെല്ലാവരും വരുന്നുണ്ട്, അവർക്ക് കുക്ക് ചെയ്യണം. നന്നായിട്ട് ഞാൻ പാചകം ചെയ്യും. ഞാൻ നന്നായിട്ട് ഏത് വിധത്തിലുള്ള പാചകവും ഞാൻ ചെയ്യും. അതേപോലെ എൻ്റെ ഹസ്ബൻഡും ചേട്ടനും ചെയ്യും. അപ്പോൾ ആരും വന്നാലും ഒരു ഗ്യാങ് ഒരു വരും. അത് ശനി ഞാൻ ഏത് ദിവസം എന്നില്ല, ചിലപ്പം പ്രാക്ടീസ് കഴിഞ്ഞ് എല്ലാവരും കൂടി ആയിരിക്കും കൂടെ വന്ന്. ഇപ്പം നേരെ ട്രാക്ക് സൂട്ട് ഇട്ട് തന്നെ നേരെ കിച്ചണിലേക്കായിരിക്കും ഞങ്ങൾ കയറുന്നത്. കയറിയിട്ട് എല്ലാവരും കൂടി ഉണ്ടാക്കി അവിടെ വട്ടത്തിൽ കുത്തിയിരുന്ന് എല്ലാവരും അവിടെ ഒരു തിരിച്ചു വ്യത്യാസം ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ജംഷഡ്പൂർ വെച്ചിട്ട്. നീയുറങ്ങി നീർമിഴി തോർന്നീല. ഇവിടെ ഈ ഓളങ്ങളിൽ നോക്കി ആ ഓർമ്മകളിൽ മുഴുകി എത്ര നേരം. തിരുവനന്തപുരത്ത് വന്നു. അന്ന് മകൻ പങ്കെടുക്കാൻ നിൽക്കുന്ന മീറ്റ് അല്ലേ, അവസാന നിമിഷങ്ങളിൽ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ്. വേർപാട് എല്ലാവർക്കും ഉണ്ട്, അത് ഇത്തരത്തിലായെന്ന് പറയാം. അതൊന്ന് എന്തായിരുന്നു ആ ദിവസങ്ങളിലെ ഒരു അനുഭവം? ഞങ്ങൾ അവിടെ ചെന്നത് തന്നെ ഞങ്ങൾ സ്കൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ അക്കാഡമിയിലെ കുട്ടി എൻ്റെ മോനും അക്കാഡമിയിലെ ഒരു മെമ്പറായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത് തന്നെ. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഞങ്ങൾ അക്കാഡമിക്ക് വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ ഞങ്ങൾ ഡ്രൈവറെ വെച്ചിട്ടാണ് സാധാരണ വണ്ടി ഓടിക്കുക. അന്നത്തെ ദിവസം പറഞ്ഞ് ഇത്രയും കുട്ടികളെ കൊണ്ട് പോവുകയാണ്, ഒരിക്കലും നമ്മൾ ഡ്രൈവറെ എങ്ങനെ ഓടിക്കുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോയിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് എത്തുന്നത്. തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്ത് എത്തുമ്പം ഞങ്ങൾ മെട്രോ ഹോട്ടലാണ് ഞങ്ങൾ താമസിച്ചത്. അന്ന് തലേദിവസം ഞങ്ങൾ വന്നു. കോമ്പറ്റീഷൻ്റെ തലേദിവസം 17-ാം തീയതി ഞങ്ങൾ അവിടെ എത്തുന്നു, ഡിസംബർ 17-ന്. എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. 18-ാം തീയതി മീറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ രാവിലത്തെ മോർണിംഗ് സെക്ഷൻ കംപ്ലീറ്റ് കുട്ടികൾക്ക് ഈവൻ്റ് ഉണ്ടായിരുന്നു. റൂമിൽ വന്നു കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, എടി എനിക്ക് ചെറിയൊരു ഗ്യാസിൻ്റെയാണ് ചെറിയ പ്രോബ്ലം ഉണ്ട്. ഞാൻ പറഞ്ഞു ഇത്രയും നേരം ആഹാരം കഴിക്കാൻ നിന്നിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ അതായിരിക്കാം ഗ്യാസ് പറഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു ചേട്ടാ പെട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഗ്യാസിനാണ് എന്തെങ്കിലും മരുന്ന് പറഞ്ഞു. ഇത് സാരമില്ല, നീ എന്നോ ഒരു കാര്യം ചെയ്യും, കുട്ടികളെയും കൊണ്ട് നീ ഗ്രൗണ്ടിലേക്ക് നടന്നു പോയിക്കോ എന്ന് പറഞ്ഞു. ഗ്രൗണ്ട് ഞങ്ങൾ യൂണിവേഴ്സിറ്റി അടുത്തല്ല, മെട്രോയുടെ ഒന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളൂ. പോയി വാമപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പിന്നെ പുറകിൽ ഞാൻ വണ്ടി കൊണ്ട് വന്നോളാം, വണ്ടി കൊണ്ട് വന്നിട്ട് നമുക്ക് കുട്ടികൾക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്ത് തിരിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഒരു 5:30-6 മണിയാകുമ്പോൾ ഞാൻ വിളിച്ചു, ഫോൺ വിളിച്ചു, എന്താ ചേട്ടാ വരാത്തെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ തന്നെ ചേട്ടൻ എടി എനിക്കങ്ങ് വേദനയുണ്ട്, ഞാൻ വരും, കുട്ടികൾക്ക് നീ ജ്യൂസും മേടിച്ചു കൊടുത്ത് നീ തിരിച്ച് പോരാൻ പറഞ്ഞു. തിരിച്ചു പോകുന്നു. മോനെയും എല്ലാവരും വാമപ്പ് ചെയ്യാനായിട്ട് ഇത് ചെയ്യാനായിട്ട് പോയിരിക്കണം. തിരിച്ച് ഞാൻ വന്നു ഒരു 6:45-7 മണിയായപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ചേട്ടൻ കിടക്കുക. ആ സെയിം പാൻറ്റും ഡ്രസ്സ് ചെയ്ത പോലെ എപ്പോഴും എവിടെ പോകുന്നാലും പുള്ളി ഇൻസൈഡ് ചെയ്യാതെ പോകത്തില്ല. അതേ ഇതിൽ തന്നെ ഇങ്ങനെ ഡ്രസ്സ് കിടക്കുക. എന്നാലും 7 മണിയായപ്പോൾ ഞാൻ വന്നപ്പോൾ ചേട്ടാ ഡോക്ടറെ അടുത്ത് നമുക്ക് പോകാം, നീ ഒന്നും മിണ്ടാതിരിക്കുക, അതൊക്കെ വരുന്നതാണ് എന്ന് പറഞ്ഞ് പുള്ളി എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ്. ഒരു ബ്ലഡ് കണ്ടാൽ തന്നെ പുള്ളി തലകറങ്ങും. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കുട്ടികളെ കൊണ്ട് ഹോസ്പിറ്റലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനേ പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു നേച്ചറാണ്. കയറി കിടന്ന് ഇവൻ എന്നിട്ടും ഗുസ്തി പിടിക്കാൻ വരിക. അച്ഛനെ ലാസ്റ്റ് എപ്പോഴും കിടക്കാൻ നേരത്ത് ഒരു ഉമ്മ കൊടുക്കാതെ അവൻ കിടക്കത്തില്ല. അത് ഗുസ്തി പിടിച്ചാണെങ്കിലും അവസാനം അത് ഇത് തന്നെയല്ല, ഉമ്മ കൊടുത്ത് അവൻ ഇതുകൊണ്ട് നക്കിയിട്ടേ പോകത്തുള്ളൂ മുഖത്ത്. ആ ഒരു നേച്ചറാണ്. അച്ഛനത് ചെയ്യാതെ അവൻ വിടത്തില്ല. അത് ചെയ്ത് അവൻ കയറി കിടന്നു കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്തു. ഒരു 11:30 ആയപ്പം 11:45 എന്നിട്ട് പെട്ടെന്ന് ചാടി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ എഴുന്നേറ്റ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ചെസ്റ്റ് പെയിൻ അങ്ങ് കൂടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പുള്ളി സമ്മതിക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ബഹളം. ഞാൻ പറഞ്ഞു എന്നിട്ടും എന്നോട് പറയടി ഒരു പെയിൻ കില്ലറും കൂടെ താ. ഞാൻ പറഞ്ഞു തരത്തില്ല. അപ്പോൾ ഞാൻ കിടന്നു. എന്നിട്ട് ഞാൻ
ഒരു 12 മണി കഴിഞ്ഞപ്പോൾ പിന്നെയും ചാടി എഴുന്നേറ്റിരുന്ന് എന്നോട് പറയാണ്, ഇത് എന്നെയും കൊണ്ട് പോകത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ചേട്ടാ എന്താ ഇങ്ങനെ വർത്താനം പറയുന്നത്? ഉടനെ ഞാൻ ചാടി എഴുന്നേറ്റ്. അപ്പം മോൻ കിടന്നാണ്, നീ ലൈറ്റ് ഇടരുത്, മോൻ കിടന്ന് ഉറങ്ങുവാണ്, നാളെ ഈവൻ്റ് ഉള്ളതാണ് അവന്, അപ്പം നീ അത് ഒരിക്കലും അവനെ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാൻ അന്ന് കഴിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്തു, ഞാൻ പെട്ടെന്ന് ഞാൻ ബാത്റൂമിൽ കയറി ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. ഞാൻ ബാഗായിട്ട് നിൽക്കി ഇങ്ങനെ, ചേട്ടാ എഴുന്നേക്ക് നമുക്ക് ഡോക്ടറെ അടുത്ത് പോകാം. അങ്ങനെ കമ്പൽസറി ആയിട്ട് പറഞ്ഞ് മനസ്സോടുകൂടി. അപ്പം എഴുന്നേറ്റ് ഡ്രസ്സ് മാറി ഞങ്ങൾ കുറച്ച് നടന്നിട്ടാണ്, പാളയം ഇവിടെ നടന്നിട്ടാണ് ജൂബിലി ഹോസ്പിറ്റലിൽ എത്തുന്നത്. 12:45 ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ഞങ്ങൾ അവിടെ എത്തി. റിസപ്ഷനിൽ അവിടെ ചെന്ന്, അവിടെ നടന്നാണ് ഞങ്ങൾ എത്തുന്നത്. അവിടെ ചെന്ന് ഞങ്ങൾ കാഷ്വാലിറ്റി ചെന്ന് ചീട്ടെടുത്ത്. അപ്പോഴാണ് ECG എടുത്തപ്പോൾ വേരിയേഷൻ, അപ്പം ICUലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം എഴുന്നേറ്റ് അത് കഴിഞ്ഞ ശേഷം ECG എല്ലാം എടുത്ത് കഴിഞ്ഞ ശേഷം ഇവർ എഴുന്നേറ്റ് മാറി ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ചെറിയ എനിക്ക് ചെസ്റ്റ് എരിയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എരിയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ICUലേക്കല്ലേ കൊണ്ടുപോകുന്നത്, അപ്പോൾ അവിടെ ചെന്നായിരിക്കും അവർ മെഡിസിൻ പുഷ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? അപ്പം ഡോക്ടറോട് വിളിച്ചിട്ട് ഡോക്ടർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി നടന്നു പോകാൻ റെഡിയായ ആളെ ഞാൻ തന്നെ പറഞ്ഞു സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകാനാണ്. കിടക്കാൻ ഒരിക്കലും തയ്യാറാകുന്നില്ല. കാര്യം നല്ല നോർമൽ ഒരാളെ കിടന്ന് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ കിടന്നു പോകുമോ അങ്ങനെയുള്ള ഒരു ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ കിടന്നു. അപ്പോൾ എന്നോട് ലാസ്റ്റായിട്ട് ചേട്ടൻ പറഞ്ഞു, എടി വാച്ചും കണ്ണാടി അവിടെ ഇരിപ്പുണ്ട്, നീ അതും എടുത്തിട്ട് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ അത് എടുത്തോളാമെന്ന് പറഞ്ഞു. എടുത്തിട്ട് ഞാൻ ചേട്ടനെ ഇവരെ സ്ട്രെച്ചറിൽ കിടത്തി കൊണ്ടുപോകുന്ന ലിഫ്റ്റിൽ 2nd ഫ്ലോറിലേക്ക് കൊണ്ടുപോകുന്നു, ഞാൻ അതിൻ്റെ പുറകെ. പുറകെ കയറി ചെന്ന് ഞാനാണ് വെളിയിലിരിക്കുകയാണ്. വെളിയിലിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ഒരു 5 മിനിറ്റിനുള്ളിൽ എന്നോട് പറഞ്ഞു, മാഡം സോറി ഐ കനോട്ട് ഹെൽപ്പ് ഈസ് നോ മോർ. പിന്നെ അവിടെ എന്താ നടന്നെന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യുന്നെന്നോ എനിക്ക് അറിയുന്നത്. ഞാൻ എൻ്റെ ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ ഓടി എൻ്റെ ചേട്ടൻ്റെ അടുത്തോട് ഞാൻ പോവാണ്. ചെന്ന് കഴിഞ്ഞ് വായും ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നു കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് വിളിക്കുകയാണ്, കണ്ണിങ്ങനെ. അപ്പം ഞാൻ ഓർക്കുന്നു, ചേട്ടനൊക്കെ ഒന്ന് ഉറങ്ങുവാണോ എന്നാണ് ഞാൻ എൻ്റെ ചിന്തിക്കുന്നത്. ഒരിക്കലും ഞാൻ മരിച്ചെന്നുള്ള, ഇനി ഇല്ല എന്നുള്ള ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ ഓർമ്മ എന്താണെന്നുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയത്തില്ല എന്താ അവിടെ സംഭവിച്ചെന്നുള്ളത്. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാവരും കൂടെ വന്ന് എനിക്ക് എന്താണെന്നുള്ള എനിക്കൊന്നും ചിന്തില്ല. പിന്നെ എനിക്ക് സഡൻ പ്രസൻസ് ഓഫ് മൈൻഡ് അപ്പം പെട്ടെന്ന് ഒരു വിത്തിൻ ½ an hour അപ്പോൾ അവർ ബോഡി അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ ഇതിട്ട് മൊറസിലേക്ക് മാറ്റാനായിട്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ ചേട്ടൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, അപ്പോൾ അവൻ ഓടി കഴിഞ്ഞ ശേഷം ഈ ബോഡി ഇവിടുന്ന് മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് മാറ്റാൻ പറ്റുന്നത്. എനിക്കറിയത്തില്ല, ചേട്ടൻ്റെ ഒരു ഇതാണ്, മോൻ്റെ റേസ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, കുട്ടികളുടെ റേസും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഈ ബോഡിയായിട്ട് പോവുക, എൻ്റെ മോനെ അറിയിക്കാതല്ല, എനിക്ക് അവനെ ഓടിപ്പിക്കും. അവൻ്റെ റേസ് കാണാം, ഇത് ഇവിടെ കിടന്നുകൊണ്ട് തന്നെ ഇത് കാണണം. പിന്നെ എനിക്കറിയത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ ഒരു ഇതായിരിക്കാം, അല്ല ചേട്ടൻ്റെ, എനിക്ക് ആ മരിച്ചെന്നുള്ള ആ ഒരു ഇത് വരുന്നില്ല. ഞാൻ ഒരു തരത്തിൽ അവിടുന്ന് 3:30-4 മണി വരെ, ഇപ്പോൾ മോൻ കിടന്ന് ഉറങ്ങുമല്ലേ, എനിക്ക് എങ്ങനെ അവനെ പ്രസൻറ്റ് ചെയ്യണമെന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തോ തീരുമാനിച്ച അപ്പോഴത്തേക്കും ചേട്ടൻ്റെ ഫ്രണ്ട്സും ഇവരൊക്കെ വന്ന്, സത്യൻ്റെ വൈഫ് ഇവരെല്ലാവരും എത്തിക്കഴിഞ്ഞ് എന്നെ കൊണ്ട് ലീലയാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഞാൻ ചെന്നിട്ട് എൻ്റെ മോനെ ഞാൻ എങ്ങനെ അറിയിക്കും, എന്ത് ചെയ്യും? ഇപ്പോൾ ഇവിടുന്ന് ഡിസിഷൻ ചെയ്ത് ബോഡി, എന്നിട്ട് മീഡിയാസ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. മീഡിയാസ് ഒന്നും ആരെയും അറിയിച്ചില്ല. എല്ലാവരും ഇതിന് വേണ്ടിയിട്ട്, മോൻ്റെ റേസിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തു. രാവുറങ്ങി നീയുറങ്ങി നീർമിഴി തോർന്നീല
ആ സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ മോൻ്റെ അടുത്തോട്ട് പോകേണ്ട കാര്യം ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ അവൻ്റെ അടുത്തോട്ട് ചെല്ലും? അവൻ്റെ അച്ഛനില്ല എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? ഞാൻ എങ്ങനെ, എനിക്കറിയത്തില്ല, ദൈവത്തിൻ്റെ സഹായമായിരിക്കാം. ഞാൻ അവിടെ ചെന്നു, ഇവൻ കഥ തുറന്ന് ഒരു 4 മണിയായപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ വെളുപ്പിന് ഇവൻ ചാടി എഴുന്നേറ്റു. ഞാൻ അമ്മ എവിടെ പോയെന്ന് ഞാൻ പറഞ്ഞു, മോനെ അച്ഛനെ ചെറിയ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു. അച്ഛൻ ചെറിയ നെഞ്ചുവേനായിട്ട് അച്ഛനാണ്, എനിക്കിപ്പം പോകണം, എനിക്ക് പോകണം, എനിക്ക് എൻ്റെ അമ്മ എന്നെ എന്താ വിളിക്കാതിരുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ഇതില്ലേ, റേസില്ല, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ അമ്മ അച്ഛനെ കൊണ്ടുപോയപ്പോൾ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല? പിന്നെ അച്ഛനെ സുഖം, മനെ അത് ഇപ്പം എനിക്ക് പോകണമെന്ന്, മോൻ കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഇത് എന്ന് പറഞ്ഞ് ഞാൻ അവന് ദേഷ്യം, എൻ്റെ ആ പ്രസൻസ് അന്നേരം. അപ്പം ലീലാൻ്റെ എന്തിനാണ് വന്നത് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ലീലാൻ്റെ ഞാൻ ഒറ്റയ്ക്ക്, അതുകൊണ്ട് സത്യനെ ഞങ്ങൾ അവിടെ ഇരുത്തിയിട്ട് ലീലാൻ്റെ എൻ്റെ കൂടെ വന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരോട് അവിടെ റൂമിൽ പോയി ഇവനെ ഇരുന്നു. എനിക്ക് ഞാൻ ആ ഒരു സാഹചര്യം എൻ്റെ നോക്കുകയാണെങ്കിൽ ഞാൻ പൊട്ടിക്കരയുന്നു, ഞാൻ ബാത്റൂമിൽ പോകുന്നു, പൊട്ടിക്കരയുന്നു. എൻ്റെ ആ ഒരു 4-5 മണിക്കൂർ എൻ്റെ ബാത്റൂമിലാണ് എൻ്റെ കംപ്ലീറ്റ് ഇത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവനെ റേസ് അത് കഴിഞ്ഞൊരു 8 മണി 7 മണി വരെ ഞാൻ ഇവനെ സമാധാനിപ്പിച്ചു. അച്ഛൻ്റെ അടുത്ത് മോനെ ഇപ്പം പോയാൽ കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്, സൺഡേ ഡോക്ടർ വന്ന് ഒബ്സർവ് വെച്ചിരിക്കുകയാണ്. വന്നു കഴിയുമ്പോൾ അച്ഛൻ ഒരു ഉച്ചയാകുമ്പോൾ തിരിച്ചു വരും. എനിക്ക് റേസിന് മുമ്പ് എൻ്റെ അച്ഛനെ അടുത്ത് പോയിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കത്തില്ല. ഇവൻ്റെ ഫോൺ എനിക്ക് മാറ്റി വെക്കണം. ഇപ്പം ഫോൺ പലരും വിളി തുടങ്ങി. അപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു എല്ലാവരും അറിഞ്ഞ് കാണാമായിരിക്കും. കുറച്ച് പേര് ഗ്രൗണ്ട് രാവിലെ ഇതുണ്ട്, റിലേ ഉണ്ട് എറണാകുളം ടീമിന്. അപ്പം റിലേ ഓടിക്കണ്ടെന്നുള്ള. അപ്പം ചേട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, സത്യനെ, ചന്ദ്രലാൽ, ഇവരെല്ലാവരും വന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, സത്യൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇവൻ കേൾക്കും. ആ ഒരു കേൾക്കുന്നതുകൊണ്ട് ഇവനെ കൺട്രോൾ ചെയ്താണ് മേഴ്സി ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. ഇവൻ്റെ അടുത്തോട്ട് വന്ന് എൻ്റെ ഫോൺ അടിച്ചാൽ ഫോൺ എപ്പോഴും വരും. ഞാൻ വെളിയിലേക്ക് ഇറങ്ങുന്നു, സൈഡിൽ ബാത്റൂമിൽ പോകുന്നു. ഇവന് സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ അച്ഛൻ എന്താ പറ്റിയ, അമ്മ സത്യം പറ, അച്ഛൻ എന്താ പറ്റുക? ഞാൻ അച്ഛൻ ഒബ്സർവിൽ കിടക്കും, ഒരു കുഴപ്പമില്ല. അപ്പം അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ വിളിക്കുന്നതാണ്, അല്ലാതെ ഒന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ കയ്യിലുള്ള ഫോൺ ഞാൻ മാറ്റി. മോനെ അവർ വിളിക്കും, പിന്നെ ഒരു പ്രശ്നമാകും, നീ ഓടാത്തതുകൊണ്ട് എന്ന് പറഞ്ഞ് ഇവനെ സമാധാനിച്ച് ഇവൻ്റെ ഫോൺ ഞാൻ കയ്യിൽ നിന്ന് മേടിച്ചു. കാര്യം അത് പക്ഷെ എന്താ എനിക്കറിയത്തില്ല, ഇതിൻ്റെ എല്ലാം ഒരു പദ്ധതിയായിരിക്കാം, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരിക്കാം. അതുകൊണ്ടാണ് ഇവനെ അറിയിക്കാതെ ഞാൻ എനിക്കറിയത്തില്ല. എൻ്റെ ദൈവത്തിൻ്റെ ആ ഒരു ഇത് മാത്രം, അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ഈ ഒരു സ്റ്റേജിലേക്ക് എനിക്ക് വരാൻ പോയി പങ്കെടുത്തു. ആയി ശേഷം ഞാൻ അന്നേരം ഹോസ്പിറ്റലാണ്. ഞാൻ അന്നേരം ഇവനെയും കൊണ്ട് എൻ്റെ മൂത്ത മോൻ വന്നു, അന്നേരത്തിനും ഇവനെ ഇവൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മോൻ സൂരജ് വരുമെന്നുള്ള പ്രതീക്ഷ ഇവനും വരുന്നില്ല. ഇവനെ നേരത്തെ വന്നിട്ട് ഇവൻ്റെ അടുത്തോട്ട് പോയില്ല, കാര്യം ഇവൻ അറിയണ്ടല്ലോ എന്ന്. അപ്പം എന്തെങ്കിലും ഇതാണ്, അച്ഛനെ കാണുന്നില്ല, ചേട്ടൻ വന്നിരിക്കുന്നു, അങ്ങനെയുള്ള ഒരു സാഹചര്യം വേണ്ട. ഞാൻ പറഞ്ഞു, അവരെല്ലാവരും പറഞ്ഞു ഇവൻ്റെ അടുത്തോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഇവനെ സത്യാനന്ദൻ വാവപ്പ് ചെയ്യിപ്പിച്ച് മറ്റേ ചന്ദ്രനാഥ സ്റ്റേഡിയത്തിൽ ഇരുത്തി. ആ സ്റ്റേഡിയത്തിലേക്ക് പോയില്ല, ഇവരാരും അറിയണ്ടല്ലോ എന്നുള്ളത്. അതിന് ശേഷമാണ് ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇവനെ ഓടിച്ചിട്ട് നേരെ അന്ന് കഴിഞ്ഞ ശേഷം ഇവനോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സത്യനും എല്ലാവരും കൂടെ പറയാമെന്നുള്ള ഒരു ഇതിൽ വെച്ചിരുന്നു. പക്ഷെ എന്നിട്ട് ഇവൻ്റെ ഈ ഒരു കൺസെപ്റ്റ് കണ്ടപ്പം ആർക്കും പറയാൻ തോന്നിയില്ല. എങ്ങനെ പറയും, എല്ലാവർക്കും എങ്ങനെ പറയാം. അവസാനം ഞാൻ ഹോട്ടലിൽ വന്ന് ഞാൻ ഇവനെയും കൂട്ടിക്കൊണ്ട് ആണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അമ്മ എന്തുകൊണ്ട് എന്നെ ചതിക്കുകയല്ലായിരുന്നോ എന്ന് എന്നോട് ഒരു കാര്യം ചോദിച്ചു. അമ്മ എന്നെ ചതിക്കുക, അച്ഛൻ എന്നെ അമ്മ ചതിക്കുകയല്ലായിരുന്നോ ചെയ്തെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, ദൈവത്തിനും ചേട്ടനും മാത്രമേ അറിയുള്ളൂ ഞാൻ ചതിക്കുമായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ പറയാം, നമ്മുടെ ഓർമ്മകളിലെ സ്വപ്നങ്ങളിൽ ഇങ്ങനൊരു ജന്മം അല്ലെങ്കിൽ പ്രണയം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കാത്ത നമ്മുടെ വിഷയം തന്നെ അതാണ് ചോദിക്കുക. പ്രേക്ഷകരുടെ അടുത്തും ഒരുപക്ഷെ മാഡത്തിന് പറയാം, ഞാൻ തന്നെ പറയുന്നില്ല, ഇതിപ്പോൾ വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ പറയുകയാണ്. അവരോട് തന്നെ പറയൂ, ശരിക്കും എങ്ങനെ ജീവിക്കണമെന്ന് അവരോട് പറയാം.
പറയാനുള്ളത് നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആ സ്നേഹം മരണം, നമ്മുടെ ഹസ്ബൻഡ് നമ്മളെപ്പോഴും നമ്മുടെ കൂടെ. എൻ്റെ ജീവിതത്തിൽ എനിക്കതാണ് ഇപ്പോഴും മരിക്കാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല മരിച്ചെന്നുള്ളത്. ആ ഒരു ഇതാണ് ഞാനും അതെ, എൻ്റെ മക്കളും അതെ. എനിക്ക് ഒരു സിംഗിൾ ഫോട്ടോ പോലും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇപ്പോഴും എനിക്കെടുത്ത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ മക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ പറയുന്നത് അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരുന്നു. ഞാൻ എപ്പോഴും എന്ത് കാര്യത്തിന് ഇപ്പോൾ ഇറങ്ങുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടെന്നുള്ള അതാണ് സ്നേഹം. മരിക്കാത്ത സ്നേഹമാണ്. എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സ്നേഹം ഒരിക്കലും മരിക്കുന്നില്ല. ഈ സ്നേഹത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മരിക്കാത്ത പ്രണയത്തിൻ്റെ പ്രതീകമായി ഇന്നും ഇവിടെ ആർദ്രമായി ഓർത്തിരിക്കുന്നു ജീവിതത്തിൻ്റെ ട്രാക്കിൽ നിന്ന് പൊലിഞ്ഞ ആ പ്രണയ നക്ഷത്രത്തെ.